കണ്ണൂർ ജില്ലയിലെ പാർട്ടി ഗ്രാമങ്ങൾ ഏറെയുള്ള തലശ്ശേരി, കൂത്തുപറമ്പ് മണ്ഡലങ്ങൾ. ഈ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന വടകര പാർലമെന്റ് മണ്ഡലത്തിൽ കോൺഗ്രസിനായി അംഗം കുറിക്കാൻ ഷാഫി പറമ്പിൽ എത്തുന്നത് രണ്ടും കൽപ്പിച്ചാണ്. ഇക്കുറി പോരാട്ടം കടുപ്പിക്കും. 2 MLA-മാർ തമ്മിൽ പോരാടുന്ന ഏക മണ്ഡലമാണ് വടകര. കോൺഗ്രസിലെ തീപ്പൊരി നേതാവായ ഷാഫി പറമ്പിൽ MLA മറ്റൊരു നിയമസഭാ അംഗവും ജനപ്രീതിയുള്ള നേതാവുമായ KK ശൈലജ ടീച്ചറെ നേരിടുമ്പോൾ കേരളത്തിലെ ശ്രദ്ധാകേന്ദ്രങ്ങളിൽ ഒന്നായ മണ്ഡലമായി മാറും വടകര. കഴിഞ്ഞ തവണ CPM അണികൾക്കിടയിൽ ആവേശം നിറച്ചിരുന്ന P. ജയരാജൻ പരാജയപ്പെട്ടെടുത്ത് എങ്ങനെയെങ്കിലും വടകര എന്ന തട്ടകം തിരിച്ചു പിടിക്കാനുള്ള ഒരുക്കത്തിലാണ് CPM. വടകര മണ്ഡലത്തിൽ നവാഗതനായ ഷാഫി പറമ്പിൽ ചുവടുറപ്പിക്കണമെങ്കിൽ ഏറെ വിയർപ്പൊഴുക്കേണ്ടി വരുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത്. സിറ്റിംഗ് MP K. മുരളീധരൻ ജനപ്രതിനിധി എന്ന നിലയിൽ നല്ല സ്വാധീനമുണ്ടാക്കിയ മണ്ഡലമാണ് വടകര. മുസ്ലിം ലീഗ്, RMP എന്നീ പാർട്ടികൾ അവരവരുടെ സ്ഥാനാർത്ഥിയായിട്ടാണ് K. മുരളീധരനെ കണ്ടിരുന്നത്. ഇക്കുറിയും വടകരയിൽ അതിശക്തനായി നിലകൊള്ളുന്ന K. മുരളീധരനെ എതിർക്കാനാണ് തങ്ങളുടെ ഏറ്റവും ജനപ്രീതിയുള്ള വനിതാ നേതാവായ KK ശൈലജ ടീച്ചറെ സിറ്റിംഗ് MLA ആയിട്ട് പോലും CPM വടകരയിൽ ഇറക്കിയത്. സ്വന്തം സഹോദരി പത്മജ വേണുഗോപാൽ BJP-യിലേക്ക് പോയതാണ് മുരളീധരന് അവസാനഘട്ടത്തിൽ മണ്ഡലം മാറേണ്ടി വന്നത്. ഹമാസ് വിഷയത്തിൽ KK ശൈലജ ടീച്ചർ തൻ്റെ ഫേസ്ബുക്കിലൂടെ നടത്തിയ തീവ്രവാദികളെന്ന പരാമർശം ഇതുവരെയും പിൻവലിക്കാത്തതും പാലത്തായി പീഡനക്കേസിൽ അന്നത്തെ സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രിയായിരുന്ന KK ശൈലജയുടെ നിലപാടുകളും UDF ക്യാമ്പ് സോഷ്യൽ മീഡിയയിലൂടെ ഉയർത്തുന്നുണ്ട്. കയ്യിലുള്ള വടകരയും തൃശ്ശൂരും കാത്തു സൂക്ഷിക്കാനാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ മാറ്റിയിട്ടത്. അതുകൊണ്ട് തന്നെ മുൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിൽ ഷാഫി പറമ്പിലിനെ വിജയിപ്പിക്കാനായി അരയും തലയും മുറുക്കി കളത്തിലിറങ്ങിയിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസ്സുകാരും. മുസ്ലിം ന്യൂനപക്ഷത്തിന് 30% വോട്ടുകളുള്ള മണ്ഡലമാണ് വടകര. ഇതുകൂടാതെ 30,000 ഉറച്ച വോട്ടുകൾ RMPക്കുമുണ്ട്. TP വധക്കേസിലെ പ്രതികളുടെ ശിക്ഷാ വിധി ഹൈക്കോടതി പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ CPM-ൻ്റെ അക്രമ രാഷ്ട്രീയത്തിലൂന്നിയ രാഷ്ട്രീയ പ്രചാരണമാണ് കോൺഗ്രസ് വടകരയിൽ നടത്തുന്നത്. 2019 ഇത് UDF-ന് ഗുണം ചെയ്യുമെന്നതാണ് നേതാക്കളുടെ പ്രതീക്ഷ. എന്നാൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വടകര മണ്ഡലത്തിൽ കോൺഗ്രസ് പിന്തുണയോടെ RMP നേതാവ് KK രമ വിജയിച്ചിരുന്നുവെങ്കിലും മറ്റു മണ്ഡലങ്ങളിൽ നല്ല ഭൂരിപക്ഷമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പ്രവചനാതീതമാണ് വടകരയിലെ പോരാട്ടം.